കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ആത്മാവിൽ നിറഞ്ഞ് ആനന്ദിച്ച ചിതറിപ്പോയ അപ്പസ്തോലന്മാരെ ആ സഹിയോൻ മാളികമുറിയിൽ എവിടെയാണോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത്, എവിടെയാണോ പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടത്, അതേ ഇടത്തിൽ ചേർത്തിരുത്തി ഒരു കൂട്ടായ്മയിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവ് ജ്വലിപ്പിക്കാൻ മാത്രം അവരെ ചേർത്തിരുത്തിയ ആ അമ്മയുടെ ഈ ആലയത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എല്ലാ ദൈവമക്കളിലേക്ക് നിറയാനുള്ള ദാഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട നിമിഷങ്ങളായി ഈ വചന ശുശ്രൂഷയുടെ സമയം മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കി ദൈവത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവിക കൃപയാൽ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാനുള്ള കൃപ നമ്മളിലേക്ക് നിറയാൻ പ്രാർത്ഥിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 30-20 വചനം നമ്മൾ വായിക്കുന്നുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ് ലഭിക്കും. ജീവനും ദീർഘായുസ് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വേരുവാകപ്പെടുമ്പോൾ എന്നിൽ ജീവനുണ്ടാകും. ആത്മാവ് എന്നിൽ ആവസിക്കുമ്പോൾ എസെക്കിയേലിൽ പ്രവചിക്കുന്നത് പോലെ എൻ്റെ പാപകരമായ മരിച്ചു മരവിച്ച ജീവിതാവസ്ഥകളിൽ ഒരു ഉണർവ് സംഭവിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് നിറയണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് തീക്ഷ്ണതയോടെ ശക്തിയോടെ ദൈവവിചാരത്തോടെ ദൈവനാമത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, ഈ നിമിഷം ഈ ദൈവവചനം എന്നിൽ വേരുവാകപ്പെടാൻ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് എൻ്റേത് മാറുവാൻ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, ഞാനായിരിക്കുന്ന ഇടവകയിൽ, ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തുവിന് സാക്ഷിയായി മാറാൻ ഉതകുന്ന ചൈതന്യം ഇപ്പോൾ എന്നിലേക്ക് നിറയട്ടെ. എൻ്റെ ബലഹീനതകളെ, എൻ്റെ കുറവുകളെ അതിലംഘിക്കുന്ന ചൈതന്യമായ പരിശുദ്ധാത്മാവ്, ഓ ദൈവത്തിന് ആത്മാവ്, ഇപ്പോൾ എന്നിലേക്ക് വ്യാപരിക്കണമേ. അഗ്നിയായി അഭിഷേകമായി എന്നിൽ ആവസിക്കണമേ. എല്ലാവരും ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ അനുഗ്രഹം ലഭിക്കാനുള്ള ചൈതന്യത്തോടെ പ്രാർത്ഥിക്കട്ടെ. കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി എല്ലാവരും ആത്മാവ് നിറഞ്ഞ് ആനന്ദിച്ച് ശരീരത്തെ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്ത് ആരാധിക്കട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, ആത്മാവിൻ തീനാളങ്ങൾ ആവസിക്കണമേ. മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതു. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതു. കരങ്ങൾ ഉയർത്തിക്കൊട്ടി എല്ലാവരും ശക്തിയോടെ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. കൈകൾ താഴ്ത്തി വീണ്ടും ദൈവത്തെ ആരാധിക്കട്ടെ. കുട്ടികളും യുവജനങ്ങളും പ്രായമായവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് നല്ല സന്തോഷത്തോടെ ചേർന്ന് പാടിക്കേ. ആത്മാവിന് ഈ ശരീരത്തെ വിട്ടുകൊടുത്ത പരിശുദ്ധാത്മാവിന് ആലയമായ ഈ ശരീരത്തും കൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. നന്നായി ആരാധിക്കട്ടെ, തീക്ഷ്ണതയോടെ ആരാധിക്കട്ടെ. നന്നായി സന്തോഷിച്ച് പാടാം. വചനം ഘോഷിക്കും ഈ വേളയിൽ നിന്നാമം പാടുമി കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ നിന്നാമം പാടുമി കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ശക്തിയോടെ ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിനിൽ നിറയണം.
ഹൃദയത്തിൽ അതീവ ദാഹത്തോടെ എല്ലാവരും 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 രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആത്മാവിന്റെ തീനാളങ്ങൾ മഴ പോലെ വസന്തവൃഷ്ടി പോലെ എന്നിലേക്ക് നിറയണം. ഈ സമൂഹം മുഴുവനിലേക്ക് നിറയണം. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്ക് നിറയണം. ഈ ആഗ്രഹത്തോടെ ശ്രദ്ധിക്കട്ടെ. ഹരളിയ 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 ഹരളിയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, മരുഭൂമിയിൽ വസന്തം സൃഷ്ടിക്കുന്നവനെ, സമസ്ത സൃഷ്ടികളവൻ ആവസിക്കുന്നവനെ, സമസ്ത സൃഷ്ടികളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമേ, അങ്ങേ ആരാധിക്കുന്ന സമൂഹത്തിലേക്ക് ഇപ്പോൾ നിറയണമേ. രൂപരഹിതമായ ഭൂമിയെ രൂപപ്പെടുത്തിയ ഈ ശൂന്യമായ ഭൂമിയെ സൃഷ്ടി കൊണ്ട് നിറച്ച ആത്മാവേ, ഞങ്ങളിലേക്ക് ആവസിക്കണമേ. ഹരളിയ 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 ഹരളിയ. ആരാധന 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 ആരാധന. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. മഴയായി പെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകനോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ശരീരം ബലഹീനമാണെങ്കിലും ആത്മാവ് സന്നദ്ധമാച്ച. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി പറഞ്ഞതായ കാര്യം, അദ്ദേഹം ഈ നാളുകളിലായിട്ട് കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ശുശ്രൂഷ രംഗങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ നല്ല സാമ്പത്തികമായ ഭാരം, കടബാധ്യതകളും മക്കളുടെ പഠനം, കുടുംബത്തിലെ മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുപാട് അലട്ടുന്നുണ്ട്. ഒരുപാട് ലോൺ അടയ്ക്കൽ തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ശുശ്രൂഷ രംഗങ്ങളിൽ തന്നെ പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. രോഗാസ്വസ്ഥതകളുണ്ട്. കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എങ്കിലും ഇത്രയും നാൾ ഒരു ബുദ്ധിമുട്ട് കൂടാതെ കർത്താവ് നയിച്ചെങ്കിൽ ഇനി കർത്താവിനോട് ഒരു നന്ദികേട് കാണിക്കാൻ പറ്റുമോ? ഇത്രയും കാലം നയിച്ച പരിശുദ്ധാത്മാവ് ഇനി എന്നെ കൈവിടുമോ? എന്നെ നയിക്കുമെന്ന് വിശ്വാസമാണ്. ഇതിനെ കഴിഞ്ഞും എത്രയോ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നും ഇതുപോലെ ആത്മാവിന് വിട്ടുകൊടുക്കാൻ മനസ്സായവരൊന്നും അല്ലായിരുന്നു. ജീവിത പങ്കാളിക്ക് പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റിയല്ലായിരുന്നു. ഇന്ന് അതൊക്കെ മാറിയച്ചാ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നേറുക. എല്ലാം പരസ്പരം പങ്കുവച്ചും എല്ലാം മനസ്സിലാക്കിയും ആത്മാവ് എന്ത് പ്രേരിപ്പിക്കുന്നോ അതിനനുസരിച്ച് ഇന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്നാ പ്രയാസമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും സമാധാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പറയുന്ന കുറേയേറെ വ്യക്തികളെങ്കിലും എൻ്റെ ശുശ്രൂഷ രംഗങ്ങളിൽ പലതവണ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഒരു പക്ഷത്ത് ചിലപ്പോഴൊക്കെ ജഡത്തിൻ്റെ വ്യാമോഹങ്ങളിലും ലോകത്തിൻ്റെ അരൂപികളിലും ജീവിക്കുന്ന ഒരുപറ്റം മനുഷ്യരുണ്ടെങ്കിലും മറ്റൊരു വശത്ത് ഇതുപോലെ ആത്മാവ് മാത്രം നയിക്കാൻ ആഗ്രഹിച്ച് ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന കുറേയേറെ പേരുണ്ട്. സത്യത്തിൽ സഭയുടെ കരുത്തെന്ന് പറയുന്നത്, ഈ ശുശ്രൂഷ മേഖലകളിൽ ഞങ്ങളുടെയൊക്കെ ഒരു ഉണർവ് എന്ന് പറയുന്നത് ഇതുപോലെ ജീവിക്കുന്ന ഒട്ടനവധി മക്കളുടെ തീക്ഷ്ണതയുള്ള ജീവിതം കണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, യുവാക്കളുണ്ട്, ചില കുട്ടികളുണ്ട്, ഇതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചും വചനം വായിച്ചും പഠിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് മാത്രം അതിനുശേഷം വിദ്യാലയങ്ങളിലേക്ക് പോകുന്നവർ. സത്യത്തിൽ ഇവരെ പോലുള്ള ഒരുപാട് പേരെ കാണുമ്പോൾ ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ എത്രയോ അനുഗ്രഹീതരായിട്ട് മുമ്പോട്ട് നീങ്ങുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചു, രൂപരഹിതമായ ഭൂമിയെ രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ശൂന്യമായ ഭൂമിയെ സൃഷ്ടി കൊണ്ട് നിറച്ച പരിശുദ്ധാത്മാവ്, ആഴത്തിന് മുകളിൽ ചലിച്ചിരുന്ന ആ ഒരു ദൈവിക ചൈതന്യം. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഈ കാലത്തിൽ നമ്മളെ നയിക്കുന്നത്. ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഓരോന്നും സൃഷ്ടിക്കുമ്പോൾ അതിനെ കണ്ട് ദൈവം സന്തോഷിക്കുന്നുണ്ട്. ഇത് നല്ലത് എന്ന് പറഞ്ഞു വെക്കുന്നു. സാധാരണഗതിയിൽ മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയാറുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചു മാത്രം ദൈവം ഈ ഒരു കാര്യം പറഞ്ഞില്ല, ഇത് നല്ലതാണെന്ന് പറഞ്ഞില്ല. ഞാൻ വിചാരിക്കുകയാണ്, അതെന്തുകൊണ്ടാണ്? അത് മനുഷ്യൻ മോശമായതുകൊണ്ടാണോ? അല്ല, മറിച്ച് അതും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയല്ലേ. അവനെക്കുറിച്ചും ദൈവത്തിന് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൂടെ?
എന്നാൽ ഞാൻ ഓർക്കുകയാണ്, അതിനപ്പുറത്തേക്ക് അവനിൽ ചില സാധ്യതകളെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയിലുള്ള സാധ്യതകൾ എന്തേറെ വർദ്ധിക്കുന്നോ അതിനനുസരിച്ചാണ് അവൻ നല്ലവൻ, അവൾ നല്ലവൾ ആയിട്ട് മാറുക. ഇപ്പോൾ ഒരു ചിത്രകാരൻ, അദ്ദേഹം വളരെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടാകാം. പക്ഷേ വീണ്ടും ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ്? കുറേ കൂടെ മനോഹരമായ ചിത്രം വരയ്ക്കണം. ഒരു എഴുത്തുകാരൻ എന്താണ് ചിന്തിക്കുക? അദ്ദേഹത്തിന് കുറേ കൂടെ നല്ല ആഴപ്പെട്ട സൃഷ്ടികൾ ഉണ്ടാകണം. ഒരു പ്രസംഗകൻ എന്താ ചിന്തിക്കുന്നത്? ആ മനുഷ്യൻ കുറേ കൂടെ നന്നായിട്ട് പ്രസംഗിക്കണം, കുറേ കൂടെ ആളുകൾക്ക് ബോധ്യം കൊടുക്കണം. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവർ, ഒരു സാധ്യതയെ ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. മറ്റൊരു വാക്കിൽ ഒരു ചൈതന്യത്തെ ദൈവം അവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ ചൈതന്യത്തെ നമ്മളിങ്ങനെ പ്രകാശിപ്പിക്കണം. ആ ചൈതന്യത്തെ നമുക്ക് മറ്റൊരു വാക്കിൽ വിളിക്കാം പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവർ, എന്നിലും നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ഒരനന്ത സാധ്യതയുണ്ട്, ഒരനന്ത ചൈതന്യമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ഈ നാളുകളിൽ പന്തക്കുസ്തായുടെ ഒരുക്കം നടത്തി പരിശുദ്ധാത്മാവിനെ അപ്പസ്തോലന്മാർ സ്വീകരിച്ചതിനൊക്കെ അനുസ്മരിച്ച് നമ്മളെല്ലാവരും ആത്മാവിൽ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദിനങ്ങളാണ്. ഒരുപാട് ധ്യാന കേന്ദ്രത്തിലും മറ്റ് ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങളിലുമൊക്കെ പരിശുദ്ധാത്മാവിന് നിറവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി. സഭയ്ക്ക് വേണ്ടി, സഭ ഉണരാൻ വേണ്ടി ഒത്തിരിയേറെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മക്കൾ ആത്മാവിൽ നിറഞ്ഞ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു കാലഘട്ടമാണിത്. ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ഒക്കെ ഉള്ളിൽ ആത്മാവ് നിക്ഷേപിച്ചിട്ടുള്ള ഒരു അനന്ത സാധ്യതയുണ്ട് കൃപയിലെ അഭിഷേകത്തിലേക്ക് വളരാൻ. പക്ഷേ നമുക്ക് എത്രമാത്രം ഈ ഒരു സാധ്യതയെ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം 2 തിമോത്തി 5-6 വചനം നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം. കണ്ടോ പ്രിയപ്പെട്ടവരെ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരാത്മാവിൻ്റെ കൃപയുണ്ട്. ഇനി എന്താണ് വേണ്ടത്? അത് നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കണം. അതാണ് ഈശോ നിക്കോദെമോസിനോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. നമ്മൾ ഈ ചിന്തിക്കുന്ന വിഷയം അതാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഏവനും. പ്രിയപ്പെട്ടവർ, ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെയാണ്? കാറ്റ് പോകുന്ന പോലെ. ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അമ്മിക്കല്ലിന് കാറ്റ് പിടിച്ച പോലെയാണ്, ഇല്ലേ? കാരണം എന്താണ്? അതിങ്ങനെ ഇരിപ്പിരിക്കുകയാണ്. ഈ പാപത്തിൻ്റെ അസ്വസ്ഥതകളും ലോകത്തിൻ്റെ അരുവിലും ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ കാറ്റ് പിടിച്ച് കണക്കിരിക്കുക, അതൊരു മാറ്റമില്ല. ചിലരോട് നമ്മൾ പറയാറില്ലേ, ചില മെലിഞ്ഞുണങ്ങിയിരിക്കുന്നവരോടൊക്കെ, എടാ കാറ്റ് വരുന്നുണ്ട്, എവിടെയെങ്കിലും പിടിച്ചു നിന്നോന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ എന്താണ്? ആ വ്യക്തി ഇങ്ങനെ ഒരു മെലിഞ്ഞുണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഇങ്ങനെ വഹിക്കുന്നുണ്ട്. ഈ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 2-3 അധ്യായത്തിലൊക്കെ മനോഹരമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത്, എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ശൂന്യവൽക്കരിക്കാനായിട്ട് നമ്മൾ മനസ്സാകുന്നോ അത്രമാത്രം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. എത്രയോ വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിക്കുന്നുണ്ട്. ഈ വിശുദ്ധാത്മാക്കളെ രക്തസാക്ഷികളുടെയൊക്കെ ജീവചരിത്രത്തിലൂടെ അവരുടെ ആത്മകഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന സത്യം മറ്റെന്താണ്? പരിശുദ്ധാത്മാവ് മാത്രം നയിക്കുന്ന വ്യക്തികളായിട്ട് അവർ മാറുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും അതിൽ തളരാതെ മുമ്പോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി എന്താണ്? മറ്റൊന്നുമല്ല, അതാണ് പരിശുദ്ധാത്മാവ്. ഓർക്കണം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെയുള്ളവർ ജീവിതത്തിൻ്റെ സമ്പന്നതയും ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് ഒരിറങ്ങിത്തിരിക്കലാണ്. പിന്നെ ആത്മാവിൽ നയിക്കപ്പെടാൻ തെരുവോരങ്ങളിലൂടെ മുഴുവനും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. ഒരു ഭ്രാന്തൻ പുലമ്പൽ പോലെ എത്രയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരുവോരങ്ങളിലൂടെ നടന്നു അസീസിയിലെ ഫ്രാൻസിസ്. പ്രിയപ്പെട്ടവർ, ചിന്തിക്കണമെന്ന്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു കൃപയുണ്ടാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ സിംഹാസനം അലങ്കരിക്കുന്ന മാർപ്പാപ്പയുടെ അടുത്ത് അന്ന് കടന്നു ചെല്ലുമ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രധാരിയായ മനുഷ്യനെ എങ്ങനെ ഇങ്ങോട്ട് കടത്തിവിട്ടു എന്ന് ചോദിക്കുന്ന പരിശുദ്ധ പിതാവുണ്ട്. പ്രിയപ്പെട്ടവർ, ഫ്രാൻസിസിന് ആഗ്രഹം എന്നാ? ഒരു സഭാസമൂഹം തുടങ്ങണം. ഈ കിറുക്ക് പിടിച്ചവനെ പോലെ തോന്നുന്നവനെയൊക്കെ ഒരു സഭ ഏൽപ്പിച്ചു കൊടുത്താലുള്ള സ്ഥിതി തന്നെ. ചിന്തിക്കാൻ പറ്റിയില്ല മാർപ്പാപ്പയ്ക്ക് ആ സമയത്ത് മാനുഷികമായ തലത്തിലാണ്. ഓർക്കണം, ആ രാത്രി മാർപ്പാപ്പയ്ക്കുണ്ടാകുന്ന ഒരു സ്വപ്ന ദർശനം ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ തിരിച്ചു വിളിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. കാരണം എന്താണ്? ആത്മാവ് കുട്ടികൊള്ളുന്ന വ്യക്തിയാണ് അദ്ദേഹം. എലീഷ പ്രവാചകന്മാരെയൊക്കെ കുറിച്ച് പറയുന്നത് പോലെ ആത്മാവ് കുട്ടികൊള്ളുന്ന വ്യക്തിയാണ് അദ്ദേഹം.
ആത്മാവ് കുട്ടികൊള്ളുന്ന വ്യക്തികളുടെ ദൗർബല്യമാണ് ഇന്ന് സഭയിൽ സംഭവിച്ചിട്ടുള്ള അധപ്പതനത്തിന് കാരണം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസിനെ പോലെ തീക്ഷ്ണതയുള്ള വ്യക്തികളുടെ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഈ സഭയെ പിടിച്ചു നിർത്തിയത്. അദ്ദേഹം കണ്ട സ്വപ്നം എന്താണെന്ന് നമുക്കറിയാം. എന്താണ് അദ്ദേഹം കണ്ട സ്വപ്നം? ഒരു ദേവാലയം ഇങ്ങനെ ഉരുണ്ടു വീഴാനായിട്ട് തുടങ്ങുമ്പോൾ ദേവാലയത്തെ തങ്ങി നിർത്താനായിട്ട് ദൗത്യം കിട്ടുന്നത് ഈ മനുഷ്യനാണ്. ഓർക്കണം, ആ മനുഷ്യന് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവൊന്നും ഉണ്ടായില്ല. കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ എല്ലാ ദൈവമക്കളും തിരിച്ചറിഞ്ഞു എന്താണ് സഭയാകുന്ന സൗധത്തെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനാ. ഒരു മനുഷ്യൻ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്താവുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പ്രാഭവത്തിൽ ആത്മാവിൽ നയിക്കപ്പെട്ടപ്പോൾ ഒരു സഭയുടെ മുഴുവൻ വളർച്ചയ്ക്ക് കാരണമായെന്ന് നിരീശ്വരവാദികൾ പോലും ആ ജീവിതത്തെ കണ്ട് പറഞ്ഞില്ലേ, ഇതുപോലെ 10 പേരുണ്ടെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, സഭയിൽ വിശ്വസിക്കുന്നവനായിട്ട് മാറുമായിരുന്നെന്ന്. ചിന്തിക്കണം സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത് ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ ദൗർബല്യമാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് നല്ലതേത് ദൈവപ്രീതി ഏത് എന്ന് തിരിച്ചറിയാൻ ഇന്ന് സാധിക്കാതെ മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണ്ടും അധപ്പതിക്കാനുള്ള കാരണം എന്താ? മറ്റൊന്നുമല്ല, ആത്മാവ് നമ്മളിൽ ഉണരുന്നില്ല. ജഡമോഹങ്ങളും ലോകത്തിൻ്റെ രൂപികളും നമ്മളിൽ ഭരണം നടത്തുമ്പോൾ നമ്മൾ വെറും നിർജീവരായ മനുഷ്യരായിട്ട് മാറുന്നു. 1 തിമോത്തി 5:6 വചനത്തിൽ പറയുന്നത് പോലെ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. ആത്മാവില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നിടത്തോളം മരവിച്ച ജീവിതം, മരിച്ച ജീവിതം മറ്റൊന്നല്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നയിക്കണം. ആത്മാവിൽ നയിക്കപ്പെടുന്ന എത്രയോ വ്യക്തികളുണ്ട്. അവരുടെ ജീവിതങ്ങളോട് ചേർന്ന് നിന്നാൽ എൻ്റെ ജീവിതത്തെ ഈ പരിശുദ്ധാത്മാവ് നയിച്ചു കൊണ്ടുപോകുന്നത് തിരിച്ചറിയാൻ പറ്റും. ജഡമോഹങ്ങളിൽ ജീവിക്കുന്നവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ ജീവിതമാണ്. ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സാമാന്യ വാക്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് ബോധം പോയെന്ന്. ബോധം നഷ്ടപ്പെട്ട ഒരു ദയനീയാവസ്ഥ. പ്രേമത്തിന് കണ്ണില്ലെന്ന് മാത്രമല്ല, പ്രേമത്തിന് ബോധമില്ലെന്നാണ് ഇന്നത്തെ പുതിയ വാക്ക് പറയേണ്ടത്. ഞാൻ ഓർക്കുന്നത് എത്രയോ മക്കളാണ് ഒരു അവബോധം ഇല്ലാതെ ഇങ്ങനെ ഓരോന്നിൻ്റെ കൂടെ അങ്ങ് കണ്ടു, ചിരിച്ചു, പിന്നെ അങ്ങ് പോവുക. ഒരു ചിന്തയില്ല, എങ്ങോട്ടാ, എവിടേക്കാ, ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു, ആര് കൊണ്ടുപോകുന്നു, ഒന്നുമില്ല. വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോന്നിനിങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോയി ഉപയോഗിച്ച് കൊണ്ട് വെറും വേസ്റ്റ് കൊട്ടെ തള്ളുന്ന രീതിയിൽ തള്ളുക. പിന്നെ ആരാ നോക്കാനുള്ള? പ്രിയപ്പെട്ടവരെ, അന്ന് ആരെ തള്ളിപ്പറഞ്ഞു പോയോ, ആര് ഇതിനു വേണ്ടി കണ്ണീരൊഴുക്കിയോ ആ കാരണവന്മാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, ആത്മാവ് നഷ്ടപ്പെട്ടു പോയ ജീവിതം. ഇതാ ഞാൻ പറഞ്ഞത്, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, ആത്മീയ ശുശ്രൂഷ പങ്കാളിത്തം ഇല്ല, ഒന്നിനും താല്പര്യമില്ല. എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നോ അത് സാവധാനം ഉപേക്ഷിക്കും. ചില മക്കളൊക്കെ ഇങ്ങനെ ചില അകലങ്ങൾ പാലിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഇതാ വേറെ എവിടെയോ കൊണ്ട് നങ്കൂരിട്ടിട്ടുണ്ട്. തിരിച്ചറിവാട്ടോ, സത്യം പറയാലോ. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന കേൾക്കാം. ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആത്മാവ് നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ ഏറ്റവും ശോചനീയമായ സ്ഥിതിവിശേഷമാണ്. പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ പാപത്തിൽ അടിമപ്പെട്ട് അധപ്പതിച്ചു പോയ സ്ഥിതിവിശേഷമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ. ഈശോ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല, നീ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് കാത് കൊടുക്കാൻ ഇന്ന് ദൈവമക്കൾ മനസ്സായ, യുവാക്കൾ മനസ്സായ, കുട്ടികൾ മനസ്സായ അവരുടെ ജീവങ്ങൾ രക്ഷപ്പെട്ടു. ധ്യാനിക്കാൻ പോകാനായിട്ട് മക്കൾക്ക് സമയമില്ല, അതിന് വിടാനായിട്ട് ചില കാരണവന്മാർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് വലിയ സഭാവിരോധമാണല്ലോ. വേറെ എവിടുന്നോ എന്തൊക്കെയോ രക്ഷ വരുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിഞ്ഞോണം കേട്ടോ, ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെ മുഴുവനും കാറ്റിപ്പറത്തി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നയിക്കാതെ ഈ മക്കൾ വഴിപിഴച്ച് അവസാനം ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ പട്ടുകുഴി വീണ് കഴിയുമ്പോൾ അയ്യോ അച്ഛാ അവൾ വീണുപോയി എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് മക്കൾ ജീവിക്കണമെങ്കിൽ വചനം അവരുടെ ഹൃദയത്തിൽ വേരുവാക്കപ്പെടണമെന്ന്. ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് മക്കളെ പറഞ്ഞു വിടാനായിട്ട് മനസ്സാകണം. വെറുതെ കെട്ടിപ്പൂട്ടി വീട്ടിലിരുന്നാൽ പോരാ. വെറുതെ കുറേ സംരക്ഷണം കൊടുക്കുകയാണ്, അങ്ങോട്ട് വിടണ്ട, ഇങ്ങോട്ട് വിടണ്ട, പള്ളി വിടണ്ട, പ്രാർത്ഥിക്കണ്ട, ആരേലും നോക്കും എന്നൊക്കെ പറഞ്ഞ് പൊതിഞ്ഞ് പിടിച്ച ഒരുപാട് മക്കൾ വഴിതെറ്റിപ്പോയ ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്.
ഞാൻ പറഞ്ഞത് ഒരു ലൈസൻസ് ഇല്ലാത്ത വിധത്തിൽ അഴിച്ചുവിടാനൊന്നുമല്ല, മറിച്ച് ചിന്തിക്കണം. ആത്മീയ ശുശ്രൂഷകൾ പോലും വിടാൻ മനസ്സ് കാണിക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെ പുന്നരിച്ച് കൊഞ്ചിച്ച് വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ അവസാനം എൻ്റെ കൊച്ച് മാത്രം പോയില്ല. നാളുകളിൽ അപ്പം പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൊച്ച്. പല ഓമന പേരുകളൊക്കെ ഇട്ട് വിളിച്ച് അങ്ങനെ കൊഞ്ചിച്ച് കൊണ്ടുനടക്കാനുള്ള, മടിയിലിരുത്തി കൊണ്ടുനടക്കാനുള്ള 10-25 വയസ്സുള്ളതിന്. എന്നിട്ട് പറയും എൻ്റെ കൊച്ച് പോകത്തില്ല. കൊച്ച് 2-3 പേരുടെ കൂടെ പോയി കറങ്ങി അവസാനം എല്ലാം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് വാവിട്ട് നിലവിളിക്കുക. ഒരു കാര്യമില്ല കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്ക് വിട്ടുകൊടുക്കാൻ മക്കളെ പഠിപ്പിക്കണം മാതാപിതാക്കൾ. ആര് പഠിപ്പിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളെ? ആര് പഠിപ്പിക്കും മക്കളെ? മക്കൾ എവിടുന്ന് പഠിക്കുന്നു? ശീലങ്ങളാക്കി അവരുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തേണ്ടത് മാതാപിതാക്കളാ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയരായിട്ട് ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കണമെന്ന്. അത് പെട്ടെന്നൊരു കാലത്ത് കൊടുത്താൽ നടക്കില്ല കേട്ടോ. മുളയിലെ ഇത് കൊടുത്തു വളർത്തണം. അതല്ലാതെ ഒരു കാലഘട്ടത്തിൽ അവൻ അനുസരണക്കേടിൻ്റെയും എല്ലാ തോന്നിയാസത്തിൻ്റെയും ഒരു മനുഷ്യനായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞ് മോനെ നീ പള്ളിയിൽ പാടാ, നീ ധ്യാനത്തിന് പാടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞിലെ പാഠം പഠിപ്പിച്ച് കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും ഈ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞോണം. എത്ര സുന്ദരമായിട്ടാണ് ഞാൻ ഓർക്കുന്നത് അപ്പസ്തോലന്മാരൊക്കെ പരിശുദ്ധാത്മാവ് നയിച്ചത്. ഈ അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ എന്തൊരു സൗന്ദര്യമാണെന്നറിയാം. അതിന് അത്ഭുതം തോന്നും നമുക്ക്. കാരണം അവരൊക്കെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സുന്ദരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുക. അപ്പസ്തോല പ്രവർത്തനം 16:6 നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ അനുവദിച്ചില്ല. അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ഇങ്ങനെയൊക്കെ അനുവദിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ് എത്ര സുന്ദരമായിട്ടാണ്. പിന്നെ ചില സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക, ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം. പ്രിയപ്പെട്ടവരെ, ആത്മാവ് സഹായകനാണെന്ന് ഈശോ പറയുന്ന കാര്യം എത്ര സുന്ദരമാണ്. അതുകൊണ്ടാണ് കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, ശബ്ദം നീ കേൾക്കുന്നു, അതുപോലെ ആത്മാവിൻ്റെ സ്വരം നീ കേൾക്കണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അപ്പസ്തോലിക ആഹ്വാനങ്ങളിലൂടെ ഈ സത്യത്തെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുസ് വിവിത്, ക്രിസ്തു ജീവിക്കുന്നു. പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിൽ 130 വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളോട് നിങ്ങൾ തുറന്നിരിക്കുന്നുവെങ്കിൽ ആനന്ദത്തിൽ വളരാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഇതുപോലെ സഹായിക്കും. കാരണം റോമാലേഖനത്തിൻ്റെ 5:5 വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ അതിൻ്റെ 23 പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ യേശുക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിപരമായ ഒരു രഹസ്യത്തിന് നിങ്ങളിൽ രൂപം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കണം. എന്തിന്? യേശുക്രിസ്തുവിനെ ഈ കാലഘട്ടത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഉതകുന്ന വ്യക്തിപരമായ ഒരു രഹസ്യത്തിന് നമ്മൾ രൂപം കൊടുക്കണം. യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ആത്മാവിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ നമ്മൾ മനസ്സായാൽ ആത്മാവ് നമ്മളെ നയിക്കും. നമുക്ക് മനസ്സാകണ്ടേ? ആത്മാവിൽ നയിക്കപ്പെടണ്ടേ? ഈ ലോകത്തിൽ ഇങ്ങനൊരു പോക്ക് പോയാൽ മതിയോ? നിത്യജീവനിലെ കൂടെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? വചനത്തിന് അധിഷ്ഠിതമായിട്ട് ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണ്ടേ? വരുന്ന തലമുറകൾ ഒരു അനുഗ്രഹത്തിൻ്റെതായി മാറണമെന്നൊരാഗ്രഹമില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്ത ജീവിതത്തെ. ഇതുവരെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തില്ല, മറിച്ച് ലോകത്തിൻ്റെ ഒത്തിരി വ്യാമോഹങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് അതിനൊത്ത് ഇങ്ങനെ നീങ്ങുന്ന ഒരവസ്ഥാവിശേഷമായിരുന്നു. പോരെന്ന് ഇനി ആത്മാവിനൊന്ന് വിട്ടുകൊടുത്ത ജീവിതത്തെ പരിശുദ്ധാത്മാവ് നയിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ആത്മാവ് നയിക്കും. അതിന് വചനം കേൾക്കണം, അതിന് കൂദാശകൾ സ്വീകരിക്കണം. എൻ്റെ ഉള്ളിൽ ആത്മാവിനെ ഉണർത്തണം. ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, ജ്വലിക്കുന്ന ഒരു തീക്കനലായി. ഞാൻ പാപം ചെയ്ത് വീണ്ടും ജീവിക്കുമ്പോൾ അത് മൂടപ്പെടും. എന്നാൽ ഞാൻ കൃപയുടെ വഴിയെ നീങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് ജ്വലിക്കും. അത് എന്നിലും അനേകർക്കും അഭിഷേകമായിട്ട് മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും,
കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശുവേ, ഇന്ന് പരിശുദ്ധ കുർബാനയായി കൂടെ വസിക്കുന്ന അങ്ങ് ഗലീലയിൽ ചുറ്റും സഞ്ചരിച്ച് ആത്മാവിൽ നയിക്കപ്പെട്ടപ്പോൾ അനേകരിലേക്ക് കൃപയായി, സൗഖ്യമായി, രക്ഷയായി, ജീവനായി അവിടുന്ന് മാറി. ഈശോ, ഈശോയെ, 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 ഈശോയെ. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോ ഈശോ, നിന്റേതായി തീർന്നിടുമ്പോ കർത്താവേ, നിന്നോട് ചേർന്ന് നിന്റേതാകാൻ നിൻ തിരുമുൻപിൽ കൃപ തരണമേ, നീടുമ്പോ ശക്തി തരണമേ, നിന്റേതായി അഭിഷേകം തരണമേ. എന്റെ ദുഃഖങ്ങളും ഭാരങ്ങളെല്ലാം മാറ്റാൻ യേശുവേ, 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 എന്റെ മനസ്സിലേക്ക് പ്രത്യാശ നിറയ്ക്കണമേ. യേശുവേ, നാഥ ആനന്ദപൂരിതമാത്മം കർത്താവേ, ദുഃഖങ്ങളും ഭാരങ്ങളും ഇല്ലാത്ത അനുഗ്രഹം തരണമേ. ആത്മാവിൽ നയിക്കപ്പെടാൻ കൃപ തരണമേ. മാത്രം യേശുവേ, നാഥ ആനന്ദപൂരിതമാത്മം. രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന, 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 ആരാധന. ചേർന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും തീഷ്ണതയോടെ പ്രാർത്ഥിച്ച്, ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, വലിയ ദൈവശക്തി ഒഴുകട്ടെ, ഓരോരുത്തരിലേക്ക് ഒഴുകട്ടെ, പരിശുദ്ധാത്മ കൃപ ഒഴുകട്ടെ, ആത്മാവ് ഒഴുകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവിൽ നയിക്കപ്പെടണം. എന്റെ ജീവിതം ആത്മാവ് മാത്രം ഏറ്റെടുത്ത് നയിക്കണം. ആത്മാവിൽ നയിക്കപ്പെടുന്നവൻ കാറ്റുപോലെയാണ്. എവിടെ നിന്ന് വരുന്നതെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. അതിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. ആത്മാവെ, അവിടുത്തെ വാക്കുകൾക്ക് കാതോർക്കാൻ, ദൈവത്തിന്റെ വചനങ്ങൾക്ക് കാതോർക്കുവാൻ, അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ബോധ്യം തരണമേ, കൃപ തരണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. കർത്താവിന് അനുഗ്രഹ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. ജീവിതം മുഴുവനെയും കർത്താവിന് വിട്ടുകൊടുത്ത് ആത്മാവിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് മക്കളെ. ആ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ജ്വലിക്കണം. ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദ സമയത്ത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് എന്നിൽ ജ്വലിക്കുന്ന ഒരു സമയമാണ്. ഈ ബോധ്യത്തോടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാവരും ആത്മാവിൽ നിറയാൻ, പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, പരിശുദ്ധമെന്ന് ആവർത്തിച്ച് വിളിക്കുകയാണ്. എല്ലാവരും വിളിക്കട്ടെ. തീക്ഷ്ണതയോടെ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ മനസ്സുകളെയും, എല്ലാ ജീവിതങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും, എല്ലാവരുടെയും ശുശ്രൂഷകളെയും കരുണയോടെ സ്പർശിക്കണമേ. സകല അസ്വസ്ഥതകൾ നീക്കി ദൈവത്തിന്റെ ആത്മാവിൽ മാത്രം നയിക്കപ്പെടുന്ന ജീവിതമാക്കി ഓരോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകരിൽ ആത്മാവ് ജ്വലിക്കുന്നുണ്ട്. അനേകരുടെ ഹൃദയങ്ങൾ ബന്ധനം അഴിയുന്നുണ്ട്. അനേകരുടെ ശരീരത്തിന്റെ രോഗം വിട്ടു മാറുന്നുണ്ട്. ഒത്തിരി പേരുടെ മനസ്സിന്റെ വേദനകൾ മാറുന്നുണ്ട്. ഒത്തിരിയേറെ പേരുടെ മനസ്സിലും ശരീരത്തിലും ഒരു പ്രത്യേക കുളിർമ ലഭിക്കുന്നുണ്ട്. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ ആരാധിക്കുന്നു. എന്നു